ഷാർജയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയെ ഭർത്താവ് ഭീഷണിപ്പെടുത്തുന്ന കൂടുതൽ ദൃശ്യങ്ങൾ 24-ന്. അതുല്യയെ കൊലപ്പെടുത്തുമെന്ന് സതീഷ് പറയുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അതുല്യ ചിത്രീകരിച്ചതെന്ന് പറയപ്പെടുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഭർത്താവ് സതീഷ് കൊലപ്പെടുത്തുമെന്ന് പറയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. 10 വർഷം പീഡനം അനുഭവിച്ചതും വീഡിയോയിൽ അതുല്യ വ്യക്തമാക്കുന്നു. നേരത്തെയും സതീഷിന്റെ ക്രൂരപീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. നീ ഒന്ന് പോയാലും ഞാൻ കുത്തി കൊന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. സതീഷ നീ എവിടെ പോനാ? നീ എവിടെ പോവും? നീ പോവോ? എനിക്ക് ആരെ കാണിക്കാനുള്ള പീഡനത്തിന്റെ ദൃശ്യങ്ങൾ തെളിവായി കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ഇവ പഴയതെന്നാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. ഇതോടെ ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി പ്രോസിക്യൂഷനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. പ്രതി സതീഷ് ഇടക്കാല മുൻകൂർ ജാമ്യത്തിലാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 19-നാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ അതുല്യയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.